പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 4-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ആ കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. ഓർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അനർത്ഥങ്ങളും അപകടങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും നിറഞ്ഞ ലോകത്തിൽ ഒന്നും നമ്മളെ തൊടുവാൻ അനുവദിക്കാതെ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ ആമേൻ നമ്മളെ സൂക്ഷിച്ചതോർത്ത് ആ കരം ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, ആമേൻ, അതിശയമായി നടത്തുന്ന കർത്താവിന് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നിങ്ങളുടെ ആദരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ആമേൻ. ഉറക്കെ പറഞ്ഞാട്ടെ. യഹോവ നല്ലവനാകുന്നു, എൻ്റെ ദൈവം നല്ലവനാകുന്നു, എൻ്റെ ദൈവം വിശ്വസ്തനാകുന്നു, എൻ്റെ ദൈവം മാറാത്തവനാകുന്നു, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഈ മാസം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. അവിശ്വസനീയമായ സാക്ഷ്യങ്ങൾ ഈ മാസം ഉളവാകുന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് സങ്കീർത്തനക്കാരൻ 117-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, സകല ജാതികളുമായുള്ളവരെ യഹോവയ്ക്ക് ആമേൻ, യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുവാൻ അങ്ങ് ഒരുക്കി തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവരുടെ മേൽ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവർ ഉണ്ടാകണമേ. ആമേൻ. ഇതുവരെ അനുഭവിക്കാത്ത ഒരു കൃപ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കട്ടെ. യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ. ആമേൻ ആമേൻ. സാമ്പത്തികമായ ക്ലേശങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ. ദൈവിക സമാധാനം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവിക സ്വസ്ഥത ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവികമായ സന്തോഷം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിക്കുന്നു. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുക. ആമേൻ. യൂട്രസിനകത്ത് ആമേൻ ട്യൂമർ വന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ, ഫൈബ്രോയിഡ് വന്ന് ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓപ്പറേഷനാലുള്ള സൗഖ്യമല്ല, നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ആ യൂട്രസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. പൂർണ്ണമായി ആ യൂട്രസ് നോർമലാകട്ടെ. ആമേൻ ആമേൻ. ഇനിയും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകില്ല എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്നിടത്ത് ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിലൊരു അത്ഭുതം നടക്കട്ടെ. നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയത്തിലൊരു അത്ഭുതം നടന്നിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കർത്താവേ, ഈ പ്രിയ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ഈ പ്രഭാതയാമത്തിൽ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു, അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ, വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് തക്കതായ ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അയൽവാസികളുമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ആമേൻ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഇടയിൽ ഒരു സമാധാനം ഉണ്ടാകട്ടെ. കുടുംബത്തിനകത്ത് ആമേൻ സന്തോഷമില്ല, മാതാപിതാക്കൾ തമ്മിൽ സന്തോഷമില്ല, ആമേൻ ആമേൻ, മരുമക്കളുമായിട്ട് സന്തോഷമില്ല. അങ്ങനെയുള്ള ഭാരത്തിൽ കടന്നു പോകുന്ന ഭവനങ്ങളിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഷാലോം റിലീസ് ചെയ്യുന്നു. അവരുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യണം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.
അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്പെഷ്യൽ ഫേവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ മാസം അവിശ്വസനീയമായ സാക്ഷ്യങ്ങളുടെ മാസമാണ്. അൺബിലീവബിൾ ടെസ്റ്റിമണീസ്. യഹോവ നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം, വിശ്വസിക്കുക. അവിശ്വസനീയമായ ചില സാക്ഷ്യങ്ങൾക്കായിട്ട് കാത്തിരിക്കുക പ്രാർത്ഥനയോടുകൂടെ. പ്രത്യേകിച്ച് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. കർത്താവ് അതിനായിട്ട് നിങ്ങളെ ഒരുക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ സദൃശ്യവാക്യം 21-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ്. അവിടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്ന, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ അനേക ഹൃദയങ്ങളെ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി തിരിക്കാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇത് എഴുതപ്പെടുന്ന കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ അധികാരം, ഇന്നും രാജാക്കന്മാർക്ക് അവരുടേതായ അധികാരമുണ്ട്. അവർക്ക് എന്തും തീരുമാനമെടുക്കുവാനുള്ള അധികാരമുണ്ട്. അവർക്ക് ഒരാൾക്ക് നന്മ ചെയ്യാൻ പറ്റും, അവർക്കൊരു തിന്മ ചെയ്യാൻ പറ്റും. അവരുടെ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ കാലഘട്ടത്തിലാണ് പരിശുദ്ധാത്മാവ് എഴുതിയത്, രാജാവിൻ്റെ ഹൃദയം, ആ തീരുമാനമെടുക്കുന്ന ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുക. ഒരു തോട്ടത്തിലേക്ക് ഒരു നീർത്തോട് വെട്ടുമ്പോൾ അതിനിഷ്ടമുള്ളിടത്തോട്ട് നമുക്ക് അതിനെ തിരിച്ചു വിടാം. നമ്മളെങ്ങനെ ആ തോട് വെട്ടുന്നു അതനുസരിച്ചാണ് ആ നീർത്തോട് പോകുന്നത്. ഇതുപോലെ രാജാവിൻ്റെ ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ കയ്യിലിരിക്കുക. കർത്താവിന് എങ്ങോട്ട് വേണേലും അതിനെ തിരിക്കാം. ഇന്ന് പ്രഭാതത്തിൽ അധികാരികളുടെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു. നിങ്ങളുടെ യജമാനന്മാരുടെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു. നിങ്ങളുടെ ദേശത്തിൻ്റെ ഭരണകർത്താക്കളുടെ ഹൃദയം കർത്താവിൻ്റെ കയ്യിലിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. അയ്യോ, എന്തെങ്കിലും നിയമം നമുക്ക് വിരുദ്ധമായിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിയമങ്ങളെ നമുക്ക് വേണ്ടി അനുകൂലമാക്കാൻ മതിയായവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ അനുകൂലമാക്കും? നമുക്കറിയാമല്ലോ. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നു. 45-ാം അധ്യായത്തിൽ കോരേശ് എന്ന് പറയുന്ന ഒരു ജാതീയ രാജാവിനെ കുറിച്ചും നമ്മൾ കേൾക്കുന്നുണ്ട്. കോരേശ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം കോരേശിനെ തിരഞ്ഞെടുത്തു. കോരേശിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി, കോരേശിന്റെ ഹൃദയം ദൈവം ആ പഴയ നിയമത്തിൽ ദൈവമക്കൾക്ക് വേണ്ടി തിരിച്ചു വെച്ചു. അപ്പം കോരേശ് മുഖാന്തരം അന്നത്തെ കാലത്ത് പഴയ നിയമത്തിൽ അവർക്ക് ആലയം പണിയുവാനുള്ള ക്രമീകരണങ്ങൾ കോരേശിലൂടെ ഉണ്ടായത്. കോരേശ് ആക്ച്വലി ഒരു ജാതീയ രാജാവായിരുന്നു. കോരേശിനെ ഇവർക്ക് വേണ്ടി ആലയം പണിയേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ കോരേശിന്റെ ഹൃദയം നമ്മുടെ കർത്താവിൻ്റെ കയ്യിലിരുന്നത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? കോരേശിന്റെ ഹൃദയത്തെ അവർക്ക് ആലയം പണിയാൻ വേണ്ടി തിരിച്ചു കൊടുത്തു. കോരേശിന്റെ ഹൃദയത്തെ കർത്താവ് നിയന്ത്രിച്ചു. ഇതുപോലെ ഈ അന്ത്യകാലഘട്ടത്തിൽ അനേക രാജാക്കന്മാരുടെ ഹൃദയത്തെ ദൈവം തിരിക്കട്ടെ. അനേക ഭരണകർത്താക്കന്മാരുടെ ഹൃദയത്തെ ദൈവം തിരിക്കട്ടെ. അനേക അധികാരികളുടെ ഹൃദയത്തെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി തിരിക്കുന്ന ഒരു സീസണായി ഇത് തീരട്ടെ. നമുക്കറിയാം, അതുപോലെ തന്നെ ഫറവോന്റെ കാലഘട്ടത്തിൽ ഫറവോൻ ദൈവമക്കൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവം ഫറവോന്റെ ഹൃദയത്തെ അവരെ വിടുവിക്കുവാൻ വേണ്ടി തയ്യാറാക്കി, അല്ലെങ്കിൽ ഫറവോന്റെ ഹൃദയത്തെ ഇവർക്ക് അനുകൂലമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു. ഇന്ന് പ്രഭാതത്തിൽ എന്ത് വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നു, അല്ലെങ്കിൽ അയ്യോ അവർ നമ്മളെ സഹായിക്കുമോ, ഇവർ നമ്മളെ സഹായിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാവരുടെയും ഹൃദയം. നിങ്ങളുടെ ഭർത്താവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ, നിങ്ങളുടെ ഭാര്യയുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ, നിങ്ങളുടെ ലോക്കൽ ലീഡർമാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ, നിങ്ങളുടെ കമ്പനിയിലെ ബോസിൻ്റെ ഹൃദയം നിങ്ങളുടെ കർത്താവിൻ്റെ കയ്യിൽ. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുക, ടെൻഷൻ അടിക്കരുത്. ആരെങ്കിലും നിങ്ങൾക്ക് വിരോധമായി ഇടപെടുന്നെങ്കിൽ, നിങ്ങൾക്ക് അവരുടെ ഹൃദയം നിങ്ങൾക്ക് അനുകൂലമാകണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ കൈമണി കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മന്ത്രവാദം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവസന്നിധിയിൽ കൈകളെ ഉയർത്തുക, അവൻ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ നിർവഹിക്കും. ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ കേട്ട ദൂതനായിട്ട് സ്തോത്രം. ഇന്ന് അനേക ഹൃദയങ്ങളെ ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി തിരിക്കുന്നതിനായി സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറയാം. ആമേൻ. നമ്മൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനന്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.